ഇന്നും നമ്മൾ ചെയ്യുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് അരപ്പൈമയും അലിഗേറ്റർ കാറും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലബാർ സ്നേക്ക് അതുപോലെ തന്നെ ജയന്റ് സ്നേക്ക് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇതിൽ മലബാർ സ്നേക്ക് ചന ഡിപ്ലോഗ്രാമ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജയന്റ് സ്നേക്ക് ചന മൈക്രോപെൽസ് എന്ന് പറയുന്നത്. പേരുകളെല്ലാം നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. മലബാർ സ്നേക്ക് മലയാളത്തിൽ പുലിവാഹ, നീലവാഹ, മയിൽവാഹ എന്നൊക്കെ പറയുന്നത്. ജയന്റ് സ്നേക്ക് അല്ലെങ്കിൽ ചന മൈക്രോപെൽസിന് പ്രത്യേകം മലയാളം പേരുള്ളതായിട്ട് നമുക്കറിവില്ല. മലബാർ സ്നേക്ക് ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് കേരളവും തമിഴ്നാടുമാണ്. പശ്ചിമഘട്ടമാണ് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അതേസമയം ജയന്റ് സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ്. മലബാർ സ്നേക്ക് മത്സ്യങ്ങളുടെ ഗ്രോത്ത് സ്റ്റേജിൽ പല നിറങ്ങളാണ് വരുന്നത്. ഓരോ സ്റ്റേജിലും ഓരോ നിറങ്ങളാണ് വരുന്നത്. ഈ നിറങ്ങൾക്കനുസരിച്ചാണ് പല പേരുകൾ വരുന്നത്. പുലിവാഹ, നീലവാഹ, മയിൽവാഹ എന്നൊക്കെ. ഇതേപോലെ പല ഗ്രോത്ത് സ്റ്റേജുകൾ ചന മൈക്രോപെൽസ് അല്ലെങ്കിൽ ജയന്റ് സ്നേക്ക് ഉണ്ട് എങ്കിലും ഇവരുടെ പാറ്റേണുകൾക്ക് മലബാർ സ്നേക്ക് നിന്നും വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഇവരുടെ വെയിറ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് മാക്സിമം റെക്കോർഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മാക്സിമം സൈസ് വെക്കാൻ സാധ്യതയുള്ള വെയിറ്റ് ആണ് നമ്മൾ പറയുന്നത്. മലബാർ സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ, അതായത് വൈൽഡ് കണ്ടീഷൻസിൽ 8 കിലോ വരെ വെക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 6 കിലോ വരെ വെക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതേസമയം ജയന്റ് സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ 30 കിലോ വരെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടാങ്കുകൾ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 15 കിലോ വരെ വെക്കാനാണ് സാധ്യതയുള്ളത്. നമ്മൾ ഈ പറഞ്ഞ വെയിറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വെറൈറ്റികളിൽ മാക്സിമം വെയിറ്റ് ആണ് പറയുന്നത്. ഈ മാക്സിമം വെയിറ്റ് ഒന്നും എല്ലാ സാഹചര്യങ്ങളിലും ഇവർ വെക്കാറില്ല. മലബാർ സ്നേക്ക് ഒരു നോർമൽ വെയിറ്റ് ആയിട്ട് പറയപ്പെടുന്നത് ഏകദേശം 3 കിലോ വരെയൊക്കെയാണ്. അതേസമയം ജയന്റ് സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ 10-15 കിലോ വരെയൊക്കെയാണ് ഒരു നോർമൽ വെയിറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ മീനുകളുടെ സൈസിനെ വെച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, അതായത് ഒരു മീനിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവരെ വളർത്തുന്ന സാഹചര്യങ്ങളാണ്. അതായത് ടാങ്കിൻ്റെ സ്പേസ്, വാട്ടർ ക്വാളിറ്റി, ഫീഡിങ്, ഈ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവരുടെ സൈസ് ഇരിക്കുന്നത്. നമ്മൾ ഇവരുടെ വെയിറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. മലബാർ സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ അവർ ഏകദേശം 3 അടി വരെ വളരുമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ 2-2.5 അടിയൊക്കെയാണ് മാക്സിമം പറയുന്നത്. അതേസമയം ജയന്റ് സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ ഏകദേശം 4 അടിക്കും 5 അടിക്കും ഇടയിലാണ് സൈസ് വരുന്നത്. എന്നാൽ ഇവരെ ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുന്ന സാഹചര്യത്തിൽ ഇവർ 3 അടിക്കും 4 അടിക്കും ഇടയിലാണ് സൈസ് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാം. മലബാർ സ്നേക്ക് ആണെന്നുണ്ടെങ്കിലും ജയന്റ് സ്നേക്ക് ആണെന്നുണ്ടെങ്കിലും അഗ്രസീവായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. എങ്കിലും ജയന്റ് സ്നേക്ക് മലബാർ സ്നേക്കുകളെക്കാളും കൂടുതലും അഗ്രസീവായിട്ട് പറയപ്പെടുന്നത്. ഈ രണ്ട് വെറൈറ്റിയിൽ പെട്ട മീനുകളും വലിയ സ്പേസിലാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇവർ വല്ലാതെ അഗ്രസീവ് ആവാറില്ല. ചെറിയ സ്പേസുകളിൽ വളർത്തുമ്പോഴാണ് ഇവർ അഗ്രഷൻ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഈ രണ്ട് വെറൈറ്റികളും എയർ ബ്രീതേഴ്സ് ആണ്. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഇവർക്ക് ഡയറക്റ്റ് ശ്വസിക്കാനായിട്ട് പറ്റും. ഏത് തരത്തിലുള്ള എയർ ബ്രീതേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതേഴ്സ് ആണ്. ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത് വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ തന്നെയാണ്. അവർക്ക് എപ്പോഴാണ് ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് അവർ മുകളിൽ വന്ന് ബ്രീത് ചെയ്യുന്നത്. അതിനെയാണ് ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതിങ് എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ വളർത്തുന്ന ഫിഷ് ടാങ്കുകളിൽ എയറേഷൻ സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ രണ്ട് വെറൈറ്റിയിൽ പെട്ട മത്സ്യങ്ങളും നല്ല പ്രിഡേറ്ററി സ്വഭാവമുള്ള മത്സ്യങ്ങളാണ്. അതായത് ഇവരുടെ വായിൽ ഒതുങ്ങുന്ന ചെറിയ മത്സ്യങ്ങളെ എല്ലാം ഇവർ അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ടാങ്കുകളൊക്കെ ഇടുന്ന സമയത്ത് ഇവരുടെ ഒരേ സൈസിലുള്ള മറ്റ് മീനുകളെ മാത്രമേ ഇടാവൂ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാങ്കുകളെല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള ടാങ്കുകളായിരിക്കണം. വെള്ളം ചെറിയ രീതിയിലൊക്കെ മോശമായാലും വലിയ ഇഷ്യൂ വരാത്ത മീനുകളാണ് എങ്കിലും അത്യാവശ്യം നല്ല ഫിൽട്രേഷനും വാട്ടർ ചേഞ്ചും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ട് വെറൈറ്റികളും കാർണിവോറസ് ആണ്, അതായത് നോൺ വെജ് ഇഷ്ടപ്പെടുന്ന മീനുകളാണ്. ഇവരുടെ സൈസ് അനുസരിച്ചിട്ടാണ് പലതും നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യേണ്ടത്. ചെറിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വേംസ്, അതായത് എർത്ത് വേംസ്, അതുപോലെ തന്നെ ബ്ലഡ് വേംസ്. ചെറിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വേംസ്, അതായത് എർത്ത് വേംസ്, ബ്ലഡ് വേംസ്, പിന്നെ ചെമ്മീൻ, ചെറിയ ചിക്കൻ പീസുകളൊക്കെ ഫീഡ് ചെയ്യാവുന്നതാണ്. വലിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ സൈസ് മീനുകളെ ഫീഡ് ചെയ്യാം. ജീവനുള്ളതോ ചത്തതോ ആയതിനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നെ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ഫാറ്റ് ഇല്ലാത്ത ഇത്തിരി വലിയ പീസൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. സാധാരണ ഈ രണ്ട് വെറൈറ്റികളും പെല്ലറ്റ് ഫുഡ് കഴിക്കാറില്ല. പക്ഷേ ചെറിയ സൈസിൽ തന്നെ ഇവർക്ക് പെല്ലറ്റ് കൊടുത്ത് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പെല്ലറ്റ് കഴിക്കും. ഈ രണ്ട് വെറൈറ്റികളും നാച്ചുറലായിട്ട് ബ്രീഡ് ആവുന്ന വെറൈറ്റികൾ തന്നെയാണ്. എങ്കിലും പല സാഹചര്യങ്ങളിലും ഹോർമോൺ യൂസ് ചെയ്താണ് ഇവരെ ബ്രീഡ് ചെയ്യിക്കുന്നത്. ഈ നാച്ചുറൽ ബ്രീഡിംഗ് പ്രോസസ്സ് കൂടുതലും സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ളത് മലബാർ സ്നേക്ക് ജയന്റ് സ്നേക്ക് നാച്ചുറലായിട്ട് ബ്രീഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. മലബാർ സ്നേക്ക് അവർക്ക് നാച്ചുറലായിട്ട് ബ്രീഡ് ആവാനുള്ള ഒരു സാഹചര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ബ്രീഡ് ആവാറുണ്ട്. മലബാർ സ്നേക്ക് കാണപ്പെടുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവർക്ക് വലിയ കൺട്രോളൊന്നും നമ്മൾ ഏർപ്പെടുത്തിയതായിട്ട് അറിവില്ല. അതേസമയം ജയന്റ് സ്നേക്ക് പല രാജ്യങ്ങളിലും കൺട്രോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേസീവ് സ്പീഷീസ് ആയതുകൊണ്ടാണ്. ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെറ്റുപെരുകി ആവാസ വ്യവസ്ഥയ്ക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന അത്തരം സ്പീഷീസുകളെയാണ് ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുന്നത്.
ഈ രണ്ട് വെറൈറ്റികളെയും ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫിഷ് കീപ്പേഴ്സിനെ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ ഇവരുടെ കൂടെ ഇട്ട് വളർത്താൻ പറ്റിയ മറ്റ് മീനുകളെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിനുള്ള ഉത്തരം. അതായത് ഇവരുടെ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരേ സൈസിലുള്ള മീനുകളെ ഇടുന്നതാണ് നല്ലത്. ചെറിയ സൈസിലുള്ളതാണെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനും അറ്റാക്ക് ചെയ്ത് കൊന്നു കഴിക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടാങ്കിന് അത്രയും വലിയ സ്പേസ് ഉണ്ടായിരിക്കണം. ചെറിയ സ്പേസിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അഗ്രഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഈ രണ്ട് വെറൈറ്റിയിൽ പെട്ട മീനുകളും അത്യാവശ്യം അഗ്രസീവും ടെറിട്ടോറിയലാണ് എങ്കിൽ പോലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളിലാണ് ഇവരെ എണ്ണത്തിൽ കൂടുതലിട്ട് വളർത്തുന്നതെങ്കിൽ ഇവർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പരസ്പരം ഒത്തുപോകുന്ന മീനുകളായിട്ട് തന്നെയാണ് ഈ രണ്ട് വെറൈറ്റികളെയും കണക്കാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള 4 മലബാർ സ്നേക്ക് ഹെഡുകളാണ്. ഇവർ കിടക്കുന്ന ടാങ്കുകളിൽ ഇതുവരെ അഗ്രസീവായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇവർ കിടന്നിരുന്നത് ഷാലോ ടാങ്ക് ആണെങ്കിലും, അതായത് ആഴമില്ലാത്ത ടാങ്ക് ആയിരുന്നുവെങ്കിലും അത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവരെ മാറ്റിയിട്ടുള്ളത് ഫ്രിഡ്ജ് ബോക്സിലേക്കാണ്. അവിടെയും വലിയ അഗ്രഷൻ നമ്മൾ കണ്ടിട്ടില്ല. ഇനി വലുതായി വരുമ്പോൾ അഗ്രഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അഗ്രഷൻ ഒഴിവാക്കാനായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളിൽ വളർത്തുന്നതാണ് നല്ലത്. മലബാർ സ്നേക്ക് ഹെഡുകൾക്ക് ഒരു പീസിന് 50-നും 100-നും ഇടയിലാണ് പ്രൈസ് വരുന്നത് എങ്കിൽ ജയൻറ്റ് സ്നേക്ക് ഹെഡുകൾക്ക് 700-900 ആ റേഞ്ചൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചറും pH ഞാൻ പറയാനായിട്ട് വിട്ടുപോയി, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.